ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ക്ലാസ് ടോപ്പേഴ്സ് ആകാം. അപ്പൊ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട്, എല്ലാവർക്കും ഒന്നും ക്ലാസ് ടോപ്പേഴ്സ് ആകാനായിട്ട് പറ്റില്ല. അതായത് ചില കുട്ടികൾക്ക് പഠിക്കാൻ നല്ല കഴിവായിരിക്കും, പക്ഷെ ബാക്കി കോ കരിക്കുലർ, അതായത് ഒരു ഡാൻസോ ഒരു പാട്ടൊക്കെ പറഞ്ഞ് അവര് പുറകോട്ട് പോയോ എനിക്കറിയില്ല. ചിലവർ പഠിക്കാൻ കുറച്ച് ബാക്കിലായിരിക്കും, പക്ഷെ കോ കരിക്കുലറിലൊക്കെ നല്ല ആക്റ്റീവ് ആയിരിക്കും. സോ നമുക്ക് ഏതിലാണോ കഴിവുള്ളത് ആ കഴിവ് ഡെവലപ്പ് ചെയ്യുക, അത് നമ്മുടെ കരിയർ ആയിട്ട് എടുക്കുക. അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്ന ക്ലാസ് ടോപ്പേഴ്സ് മീൻസ് ഒരു ഡീസെന്റ് ആയിട്ടുള്ള മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും. ചില കുട്ടികൾ പറയാറുണ്ട്, ടീച്ചർ എത്ര പഠിച്ചിട്ട് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല, മറന്നു പോകുന്നു. ചില കുട്ടികളുടെ പാരന്റ്സ് പറയുന്നുണ്ട്, നന്നായി പഠിക്കും പക്ഷെ എക്സാമിന് വരുമ്പോൾ ഇതൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ ചെറുതായിട്ട് എങ്ങനെ മറികടക്കാം, എങ്ങനെ നമുക്ക് എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാം, അതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കൂടെ നോക്കുന്നത്. വെൽക്കം ടു സ്കൂളി. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ സ്കൂളി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ തരുന്നുണ്ട്. അതുപോലെ CBSE 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ, സ്റ്റേറ്റ് 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ലൈവ് ക്ലാസ്സുകളാണ് തരുന്നത്. ലൈവ് പറ്റിയില്ല നിങ്ങൾക്ക് റെക്കോർഡഡ് കിട്ടും. സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മൺഡേ ടു ഫ്രൈഡേ ക്ലാസ്സും സാറ്റർഡേ സൺഡേ എക്സാംസും ഒക്കെ ഉണ്ട്. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് 79996696 അല്ലെങ്കിൽ 79994246 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് നല്ല സൂപ്പർ സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടാക്കും കേട്ടോ. 4 മണി തൊട്ട് 4:30 വരെ പഠിക്കണം, കളിക്കണം. ദെൻ 4:30 തൊട്ട് 4:45 വരെ നമ്മുടെ സ്ക്രീൻ ടൈം ആണ്. ദെൻ ആണ് നമ്മൾ പഠിക്കാനായിട്ട് വെക്കുന്നത്. അപ്പൊ ഈ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ സ്റ്റാർട്ടിങ് ട്രബിൾ എങ്ങനെ മാറ്റാന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിൽ നിന്നും പഠനം തുടങ്ങുക. 5 മണിക്ക് പഠിക്കുമെങ്കിൽ 5 മണിക്ക് ഞാൻ ഇന്ന് സോഷ്യൽ ആണ് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ മാത്സ് ആണ്. അപ്പൊ ആ ഇഷ്ടമുള്ള സബ്ജക്റ്റിൽ നിന്നും പഠിക്കാനായിട്ട് ആരംഭിക്കണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ തുടങ്ങും. ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റിൽ നിന്ന് ഒരിക്കലും പഠനം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യരുത്. രണ്ടാമത് വെച്ച് കഴിഞ്ഞാല്, എല്ലാം നമ്മള് ഇപ്പൊ നാളെ മാത്സിന്റെ ഒരു TP, എനിക്ക് മാത്സ് ഒട്ടും ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് എന്തായാലും ടെസ്റ്റ് പേപ്പറിന് പഠിച്ചല്ലേ പറ്റൂ. അപ്പൊ എങ്ങനെ പഠിക്കണം എന്ന് വെച്ചാൽ, തുടങ്ങുമ്പോൾ ഈ മാത്സിലെ നമുക്ക് ഇഷ്ടം, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം സൈനിന്റെ ഒരു ഭാഗമാണ് പഠിക്കുന്നെങ്കിൽ 2 പോസിറ്റീവുകൾ തമ്മിൽ, ഒരു ഡിജിറ്റ് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ, ഒന്ന് പോസിറ്റീവ് അടുത്ത സംഖ്യ പോസിറ്റീവ് ആണെന്ന് നമുക്കറിയാം. ഇത് 2 പോസിറ്റീവുകൾ തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യം പഠിക്കുക. പക്ഷെ സബ്ട്രാക്ഷൻ വരുമ്പോൾ രണ്ടാമത്തിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എടുക്കണം, അതിൽ നിന്ന് ഇങ്ങനെ ചെയ്യണം, അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ടുള്ള ഭാഗങ്ങൾ ആദ്യം പഠിച്ചു തീർക്കുക. അപ്പൊ നമുക്ക് ഒരു കോൺഫിഡൻസ്, ഒരു 20 മിനിറ്റ്സ് കൊണ്ട് ഞാൻ ഇത്രയും ടോപ്പിക്ക് തീർക്കാം, അപ്പൊ എന്തായാലും എനിക്ക് പറ്റും ഇത്. അപ്പൊ ആ ഒരു കോൺഫിഡൻസോട് കൂടി നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. സോ സ്റ്റാർട്ടിങ് ട്രബിൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് എടുക്കാം. ഇനി നാളെ എക്സാം ആണ്, അത് കമ്പൽസറി ആണെങ്കിൽ അതിൽ ഈസി ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് അത്യാവശ്യം ബേസ് ഉണ്ട്, ഒരു താല്പര്യമുള്ള ടോപ്പിക്കിൽ നിന്ന് തുടങ്ങാനുള്ള. രണ്ടാമത് നമ്മുടെ സ്റ്റഡി ടേബിൾ എപ്പോഴും നമ്മൾ നീറ്റ് ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ നമ്മുടെ സ്റ്റഡി ടേബിൾ നോക്കുമ്പോൾ കാണാൻ പറ്റും. സോ ഒരു സൈഡ് സ്കൂളിലെ ബുക്ക്, അതൊരു സൈഡിൽ ട്യൂഷൻ ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്, അത് നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് വെക്കാം. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പഠിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണോ, ബുക്കുകൾ അല്ലെങ്കിൽ നോട്ട്ബുക്ക്, ഇതെല്ലാം എടുത്ത് അടുത്ത് വെച്ചേക്കുക. വളരെ എമർജൻസിയിൽ ഉപയോഗിക്കാനായിട്ട് ഒരു ബോട്ടിൽ കുറച്ച് വെള്ളം കൂടെ വെക്കണം. അപ്പൊ എന്തിനാണ് ഈ എമർജൻസി ബോട്ടിൽ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു സ്റ്റുഡന്റ്, ഒരു കുട്ടിക്ക് മാക്സിമം 25 മിനിറ്റ്സ് മാത്രമേ നമ്മുടെ കോൺസെൻട്രേഷൻ ആ പഠിക്കുന്നത് നിൽക്കുകയുള്ളൂ. അതിനുശേഷം നിങ്ങളൊന്ന് ഇറങ്ങി നടക്കാം. ആ സമയത്ത് വെള്ളം വേണം, കിച്ചണിൽ പോയി വെള്ളമൊക്കെ കുടിക്കാൻ. അപ്പൊ ആ ഒരു ബ്രേക്ക് എടുക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ബ്രേക്ക് എടുക്കാനായിട്ട് അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും അവിടെ താഴെ TV വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ മൊബൈൽ എടുക്കുന്ന, എന്നാൽ പിന്നെ അതിൽ കളിച്ചേക്കാം. അങ്ങനെ വെക്കല്. നമുക്ക് ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ട്, ഞാൻ ഇന്ന് ഇത്രയും പഠിച്ചു തീർക്കും. അപ്പൊ ബ്രേക്ക് എടുത്ത് ഇത്തിരി വെള്ളമൊക്കെ കുടിച്ച് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയി ഒന്ന് ആയിട്ട് തിരിച്ചു വരിക. അപ്പൊ പഠിക്കുമ്പം എപ്പോഴും പല കുട്ടികളും സ്കൂളിൽ നോട്ട്സ് ഉണ്ടെങ്കിൽ നോട്ട്സ് മാത്രം ബേസ് ചെയ്ത് പഠിക്കും. നോട്ട്സിനെ നിങ്ങൾ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യില്ല. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്യാം, ഹൈലൈറ്റർ വെക്കാം. ഇനി ഇത് രണ്ടും ഭയങ്കര ചെറിയ സ്റ്റിക്മി നോട്ട് ഉണ്ടല്ലോ, അത് വാങ്ങിക്കാം. അപ്പൊ ഈ സ്റ്റിക്മി ഇതില് ചെറിയ പോയിന്റ്സുകളൊക്കെ എഴുതി വെക്കാം. അപ്പൊ എക്സാം ടൈമിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഇൻ കേസ് വായിക്കാൻ പറ്റിയില്ലെങ്കിലും നല്ലൊരു റിവിഷൻ ആയിരിക്കും. അപ്പൊ ഒരു പ്രാവശ്യം ആദ്യം ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുക, അത് ആദ്യം ഒന്ന് വായിച്ചു നോക്കുക, വെറുതെ ഓടിച്ചിട്ടൊന്ന് വായിക്കുക. അതിനുശേഷം ഓരോ ലൈൻ എടുത്തിട്ട് വായിച്ചതിന് ശേഷം ബുക്ക് ഒന്ന് അടച്ചു വെച്ച് ഒരിക്കലും ബൈഹേർട്ട് ചെയ്യരുത്. നമ്മുടേതായ വാക്കുകളിൽ പറയാൻ ശ്രമിക്കുക. അപ്പൊ എവിടെയെങ്കിലും അത് പോയിട്ടുണ്ടോ എങ്കിൽ ഒന്നും കൂടെ ബുക്ക് തുറന്ന് വായിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുക. ഒരിക്കലും ബൈഹേർട്ട് പഠിച്ചിട്ട് പോകരുത്, അത് എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ മറന്നു പോകും. അതുപോലെ ചെറിയ നോട്ട്സ് ഉണ്ടാക്കാം.
അതേപോലെ തന്നെ മാക്സിമം എന്താണ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തേ നമ്മൾ എപ്പോഴും പഠിക്കാവുള്ളൂ. റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കണ്ടേ? ചിലപ്പം നമ്മൾ ആദ്യത്തെ ദിവസം ഇന്ന് പഠിച്ചു, ഇന്ന് രാത്രി നന്നായിട്ട് അറിയാം, പക്ഷെ പിറ്റേ ദിവസം രാവിലെ എക്സാമിന് പോകുമ്പോൾ നമ്മൾ ഒന്നുകൂടെ നോക്കിയിട്ടാ പോകുന്നത്. അപ്പൊ ഒരിക്കലും നമ്മൾ പരീക്ഷയുടെ തലേ ദിവസം ഇപ്പം ഒരു ടെസ്റ്റ് പേപ്പർ ഒക്കെ വന്നാലും ഓക്കെ, പക്ഷെ നിങ്ങളുടെ മിഡ് ടേമുകളോ അല്ലെങ്കിൽ ഇയർലി എക്സാംസോ അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമോ ഒക്കെ വരുമ്പോൾ പരീക്ഷയുടെ തലേ ദിവസത്തേക്ക് മാറ്റി വെക്കല്ലോ. ഓൾറെഡി നമുക്കറിയാം എത്രാം തീയതി നമ്മുടെ എക്സാം തുടങ്ങും. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ സോർട്ട് ചെയ്യണം. അപ്പൊ പഠിക്കുന്നത് ഇപ്പൊ ഒരു നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് സബ്ജക്ട് ഫോർ എക്സാമ്പിൾ ഫിസിക്സ് ആണെന്നിരിക്കട്ടെ. ഫിസിക്സിലെ ഒരു ചാപ്റ്റർ 3-4 ദിവസം കൊണ്ട് നിങ്ങൾ പഠിച്ചുവെങ്കിൽ സാറ്റർഡേ സൺഡേസിൽ എടുത്ത് അതൊന്നും കൂടി ഒന്ന് റിവിഷൻ ചെയ്യണം. കാരണം 3 സാറ്റർഡേ സൺഡേ നിങ്ങൾ അടുപ്പിച്ച് റിവിഷൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഭാഗം ക്ലിയർ ആകും. പിന്നെ എക്സാം സമയത്ത് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. സോ റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കുട്ടിക്ക്, അത് 5ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റാത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മോക്ക് ടെസ്റ്റ്. ഇപ്പൊ നമ്മുടെ സ്കൂളിലാണ് ഒരു ടോപ്പിക് കഴിയുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകൾ കൊടുക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യങ്ങൾ എങ്ങനെ വരുന്നു, ആ ചോദ്യങ്ങൾ കാണുമ്പോൾ ചില കുട്ടികൾ അങ്ങ് പാനിക് ആകും. പക്ഷെ ചിലവർ പാനിക് ആവില്ല, പക്ഷെ എഴുതുന്നതിലൊന്നും പോയിന്റ്സ് ഉണ്ടാവില്ല. സോ എങ്ങനെ മാർക്ക്, അതായത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് 4 പോയിന്റ് എഴുതണം. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 പോയിന്റ് എഴുതണം. അപ്പം ഹിസ്റ്ററി, ജോഗ്രഫി അങ്ങനെയൊക്കെ വലിയ ഒരുപാട് എഴുതാനുള്ള, അല്ലെ ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഓരോ പോയിന്റുകൾ ബുള്ളറ്റ് ഇട്ട് നോക്കി എഴുതിക്കോ. അതപ്പോ അത് കാണുന്ന ടീച്ചറിനും കൊള്ളാം, കുട്ടി നന്നായി എഴുതി, നമുക്കും എല്ലാ പോയിന്റോടും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ മോക്ക് ടെസ്റ്റുകൾ മാക്സിമം പ്രാക്ടീസ് ചെയ്താണ്. ചിലവർക്ക് എഴുതാൻ ഭയങ്കര മടിയാ, നമ്മൾ എഴുതി അത് ക്ലിയർ ആവത്തുള്ളൂ. അപ്പൊ ഇതൊക്കെ കുറച്ച് കുഞ്ഞു ടിപ്സുകളാണ്. പിന്നെ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഒരിക്കലും ഹെവി ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ചിട്ട് പഠിക്കാനിരിക്കുക. നമ്മൾ എപ്പോഴും ലൈറ്റ് ഫുഡുകൾ കഴിച്ചിട്ട് പഠിക്കാനിരിക്കുക. കാരണം ഭയങ്കര ഹെവി ആയ നമുക്ക് തന്നെ ഉറക്കം വരും. പിന്നെ എല്ലാവരും പറയുന്നത് കേൾക്കാം, മോർണിംഗിൽ പഠിച്ചു കഴിഞ്ഞാൽ തലയിൽ നന്നായിട്ട് നിൽക്കും, അതുകൊണ്ട് മോർണിംഗിൽ പഠിക്കുന്നത് നല്ലത്. അത് ശരിക്കും രാത്രി നമ്മൾ നല്ല ഉറക്കത്തിന് ശേഷം ബ്രെയിൻ നല്ലൊരു റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് വരുന്നത്. പക്ഷെ ഇത് എല്ലാവരുടെയും കേസിൽ ആപ്ലിക്കബിൾ ആവില്ല. അപ്പൊ മോർണിംഗിലാകുമ്പോൾ ശരിയാണ്, ബ്രെയിൻ നല്ല റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വന്ന് നമുക്ക് പഠിക്കുന്നത് പെട്ടെന്ന് നമ്മുടെ തലയിൽ ഇരിക്കും, അത് ഓക്കെയാണ്. പക്ഷെ ചിലവർക്ക് രാത്രിയിൽ പഠിച്ചാലേ അത് തലയിൽ കയറൂ എന്നുള്ളവരുണ്ട്. അപ്പൊ നമ്മുടെ കൺവീനിയന്റ് എന്താണോ ആ രീതി ഫോളോ ചെയ്യുക. അല്ലാതെ മോർണിംഗിൽ പഠിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് രാവിലെ 4 മണിക്ക് എണീറ്റ് 6 മണി വരെ പഠിച്ചാലും മനസ്സിലാവാത്തവരുണ്ട്. ബിക്കോസ് അവർക്ക് നൈറ്റ് ആണ് സ്യൂട്ട്. സോ നമ്മുടെ കപ്പാസിറ്റി എന്താണോ അതനുസരിച്ചിട്ടേ നിങ്ങൾ എപ്പോഴും സ്റ്റഡി ടൈം തിരഞ്ഞെടുക്കാവുള്ളൂ. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഡെയിലി പഠിച്ച് വീട്ടിൽ വന്ന് തീർക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നും ചിലപ്പോൾ പോസിബിൾ അല്ല. ബിക്കോസ് നമുക്ക് അതിനുള്ള ടൈം കിട്ടിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെ നമ്മൾ പെൻഡിങ് വെക്കുന്ന ടോപ്പിക്കുകൾ സാറ്റർഡേ സൺഡേ തന്നെ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എപ്പോഴും ഓർക്കുക, ഫുൾ മാർക്ക് കിട്ടുന്ന എല്ലാ കുട്ടികളും ഒന്നും ഉണ്ടാവണമെന്നില്ല. നമുക്ക് പഠനത്തിൽ കുറച്ചു പുറകിലാണ്, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടാവും. അപ്പൊ ഇതിനോടൊപ്പം നമ്മൾ ആ കഴിവുകളും കൂടി ഡെവലപ്പ് ചെയ്യുക. അല്ലാതെ പഠിക്കാൻ എനിക്ക് മാർക്ക് കുറവാണ്, അവൾക്ക് ഇതേ നല്ല മാർക്കുണ്ട്, അങ്ങനെ നമ്മൾ തന്നെ ഒരു ചിന്ത ഉണ്ടാക്കരുത്. ഞാൻ പഠിക്കാൻ ഇച്ചിരി പുറകില്ല, എന്നാലും എനിക്കൊരു ഡീസന്റ് മാർക്ക് കിട്ടുന്നുണ്ടല്ലോ, അത് മതി. പകരം ഞാൻ നന്നായി വരയ്ക്കുന്നുണ്ട്, അപ്പൊ ഈ വരയ്ക്കുന്നത് ഞാൻ എൻ്റെ ഒരു കരിയർ ആയിട്ട് എടുക്കും. സോ അങ്ങനെയൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. അതുവരെ എനിക്ക് കഴിവില്ല അങ്ങനെ വിചാരിച്ച് നമ്മൾ തന്നെ നമ്മളെ ഒരു വിലയില്ലാതെ ഒരു ഇതിലേക്ക് മാറരുത്. സോ നിങ്ങൾക്ക് അത് എന്താണോ നിങ്ങളുടെ കഴിവ് ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടമായ മക്കൾ എല്ലാം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സോ നിങ്ങൾക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.